എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളേക്ക് ഇത് കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. വൈറ്റ് റൈസ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നാടൻ പലഹാരമൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കൂടുതലും മട്ടരി തന്നെയാണല്ലോ എടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെച്ചാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 കിലോ ശർക്കരയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിനേക്ക് മുൻപായിട്ട് ഇതിലെ കരടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയൊക്കെ കണ്ടു. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കനമുള്ള പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ അതുവരെ നല്ലതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം. ഇപ്പോൾ അരിമണികളൊക്കെ കണ്ടു ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് കുറച്ച് നേരം ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പീനട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുകൂടി ഒന്ന് വറുത്തെടുക്കണം. അരി വറുത്ത പോലെ തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അരി പൊട്ടി വന്ന പോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ പീനട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതും നന്നായിട്ട് തന്നെ വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും ഒന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ക്യാഷ്യൂസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് ഇതും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ക്യാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു മണവും രുചിയും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതും ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സർ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി വറുത്തതൊക്കെ ഇല്ലേ അതൊക്കെ ചൂട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അരി വറുത്ത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അരിയുടെ തരി ഇങ്ങനെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലതുപോലെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പീനട്ടും ക്യാഷ്യൂസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പീനട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. ഇനി ക്യാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ അരി പൊടിച്ചെടുത്ത പോലെ ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ റവയുടെയൊക്കെ തരിയില്ലേ ആ രീതിയിൽ ഇതും ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനുള്ള ആ കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യൊന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ 1.5 കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ആ നാളികേരത്തിൻ്റെ ഈർപ്പൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ നാളികേരം ഡ്രൈ ആയി കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ട് അധികം നാളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. നാളികേരത്തിൻ്റെ ഈർപ്പുണ്ടെന്ന് വെച്ചാൽ നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് കേടാവും. അപ്പോൾ നാളികേരം വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ.
നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടയ്ക്ക് റെഡിയാക്കിയിട്ട് ഇത് കൊടുത്ത് വിടുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് കൊടുത്തു വിടാറ്. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾക്ക് ഇത് കേടുവരാതെ ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എന്ത് നട്ട്സ് ആയാലും അരി ആയാലും ഒക്കെ നല്ലതുപോലെ വറുത്തെടുക്കുക. അതുപോലെ തന്നെ നാളികേരം ചിരകിയതും നന്നായിട്ടൊക്കെ വറുത്തെടുത്തിട്ട് ഒട്ടും നനവില്ലാതെ തന്നെ വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു പലഹാരം നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്തെടുത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നാളികേരൊക്കെ ഇത് നന്നായിട്ട് തന്നെ വറവായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു യെല്ലോ കളറാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാവാൻ നമുക്കിതിലേക്ക് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, അത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഈ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അരിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതിങ്ങനെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ കണ്ടു ഇതൊന്ന് തിക്കായിട്ട് വന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തുള്ള കാഷ്യൂസും പീനട്ടും ഇല്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്നാക്കിന്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത എല്ലാവരും തന്നെ ഒരു പ്രത്യേക മണമാണല്ലോ. ഇപ്പോൾ പീനട്ടായാലും കാഷ്യൂസ് ആയാലും അരി വറുത്തതൊക്കെ ആയാലും നമുക്ക് ഈ മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ളൊരു പലഹാരം കൂടിയാണല്ലോ ഇത്. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല വെരുകി എടുത്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാവുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ വേണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട് മുഴുവനും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ഹാർഡാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചൂട് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അതൊരു വലിയ ബോൾ പോലെ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് നാളൊക്കെ ഇത് ഇങ്ങനെ അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കഴിക്കുക. നമ്മൾ അവലോസുണ്ടൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നാടൻ പലഹാരം ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഒരുപാട് നാളൊക്കെ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്ക് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന അറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.